ക്രിസ്തുമസിൻ്റെയും ആഗതമാകുന്ന പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ഏറ്റവും ഹൃദ്യമായി പ്രാർത്ഥനാപൂർവ്വം ഞാൻ നേരുകയാണ്. ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് 22-ാം തീയതി ലയോ 14 മാർപ്പാപ്പയെ റോമൻ കൂരിയയുടെ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നേരിൽ കാണുവാനായിട്ട് അവസരം ലഭിച്ചപ്പോൾ നാട്ടിലേക്ക് വരുന്ന കാര്യം പരാമർശിക്കുകയുണ്ടായി. അപ്പോഴുടെ പിതാവ് പ്രത്യേകമായിട്ട് പറഞ്ഞു, അവിടെ എത്തുമ്പോൾ എല്ലാവർക്കും പിതാവിൻ്റെ ക്രിസ്തുമസ് ആശംസകളും പുതുവത്സരാശംസകളും നൽകണമെന്ന്. അപ്രകാരം നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ മാർപ്പാപ്പയുടെ വകയായിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. സാന്താക്ലോസുമാരെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നന്മയുടെ വികാരമാണ് നമ്മുടെ ഉള്ളിൽ വരിക. നമുക്കറിയാം, വിശുദ്ധനായിരുന്ന ഒരു മെത്രാൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചരിത്രം ഇതിനുണ്ടെന്ന് നമുക്കറിയാം. വളരെയേറെ ആർദ്രതയോടെ പാവപ്പെട്ടവരെ സഹായിച്ചിരുന്ന ഒരു വിശുദ്ധ ജീവിതത്തിനുടമയായിരുന്നു സാന്താക്ലോസ് എന്ന് നമുക്കറിയാം. ഇന്ന് സാന്താക്ലോസിൻ്റെ ഈ വേഷം ധരിച്ചിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കേണ്ട ഒരു മൂല്യമാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ, മനസ്സറിഞ്ഞ് സഹായിക്കുക എന്നുള്ളത്. ഇവിടെ ഈ ആഘോഷത്തിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ളവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്തർദേശീയ യാത്രകൾ ഒരുക്കുന്ന ദൗത്യം എന്നിലുണ്ടായിരുന്നു. പിതാവ് ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ വലിയ ജനക്കൂട്ടം പിതാവിനെ കാത്തു നിൽക്കുമ്പോൾ ആ ജനക്കൂട്ടത്തിൽ ഏറ്റവും എളിയവനായ, ഏറ്റവും സഹായമർഹിക്കുന്ന, ഏറ്റവും രോഗിയായോ വീൽ ചെയറിലോ ഇരിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ചെന്ന് അവരെ കരുതലോടെ ചേർത്തുപെടുത്തുന്ന പിതാവിൻ്റെ സ്നേഹവും കാരുണ്യവും ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ മതാന്തര സംവാദങ്ങളുടെ ആ ഉത്തരവാദിത്വമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഈ ബോൺ നത്താലെ എന്ന ഈ പരിപാടി തൃശ്ശൂർ ഇത്രയും മനോഹരമായിട്ട് എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്തിണക്കി ഈ ക്രിസ്തുമസിൻ്റെ സന്ദേശം, സ്നേഹത്തിൻ്റെ, ശൂന്യവൽക്കരണത്തിൻ്റെ, അതിലൊക്കെ ഉപരിയായി സമാധാനത്തിൻ്റെ സന്ദേശം ഇത്രയും മനോഹരമായിട്ട് വർഷങ്ങളായിട്ട് നടത്തി വരുന്നത് ഏറ്റവും ശ്ലാഘനീയമാണ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് സമാധാനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ, സഹോദരങ്ങൾ എന്ന നിലയിൽ സമാധാനത്തിൻ്റെ സന്ദേശം നൽകുവാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് ഈ ഒരു കൂട്ടായ്മ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ അടുത്ത നാളിൽ ലയോ 14 മാർപ്പാപ്പയുടെ ആദ്യ യാത്ര തുർക്കിയയിലും അതുപോലെ ലെബനോനിലേക്കുമുള്ള യാത്രയിൽ പിതാവിനോടൊപ്പം പങ്കെടുക്കുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു. ആ അവസരത്തിൽ ആ യാത്രയുടെ അവസാനം പരിശുദ്ധ പിതാവ് ബെയ്റൂട്ടിൽ എയർപോർട്ടിൽ അവസാനത്തെ സന്ദേശത്തിൽ പിതാവ് പറഞ്ഞത്, സമാധാനമാണ് ലക്ഷ്യം, സമാധാനമാണ് മാർഗവും. സമാധാനമാണ് ലക്ഷ്യം, സമാധാനമാണ് മാർഗവും. എല്ലാവർക്കും ബോൺ നത്താലെ.